നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് PF മാത്യൂസ് രചിച്ച അടിയാള പ്രേതം എന്ന പുസ്തകമാണ്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് 240 രൂപയാണ് വില വരുന്നത്. ഇനി പുസ്തകത്തിലേക്ക്. ഇത് ഒരു ചരിത്രവും മിത്തും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു കൃതിയാണ്. കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മിത്ത്, അതിലൂടെയാണ് കൃതി മുന്നിലോട്ട് പോകുന്നത്. പറങ്കി മേധാവിയെ സേവിച്ചിരുന്ന ഒരു കറുത്തവർഗക്കാരനായ ഒരു കാപ്പിരി ഇന്ത്യയിൽ നിന്ന് പറങ്കികൾ തിരിച്ചു പോകുമ്പോൾ അളവില്ലാത്ത തന്റെ സ്വത്തിനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നത് കാപ്പിരിയാണ്. അത് അദ്ദേഹത്തിനെ ജീവനോടെ അല്ല, അദ്ദേഹത്തെ കൊന്നിട്ടാണ്. അദ്ദേഹത്തിനെ കൊല്ലുന്നു, അയാളുടെ പ്രേതത്തിനെ അവിടെ കാവലായിട്ട് ഇരുത്തുന്നു. അങ്ങനെയാണ്, അതാണ് സങ്കല്പം. ഈ കാപ്പിരി മുത്തപ്പൻ പിന്നീട് കേരളത്തിലെ ദൈവത്തിന്റെ ചെറിയൊരു പരിഭാഷയൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കാപ്പിരി മുത്തപ്പനെ സേവിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയായിട്ടും പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ സേവിക്കുന്നവർക്ക് അളവില്ലാത്ത ഭൂസ്വത്ത് നൽകുന്നതായിട്ടൊക്കെയാണ് വിശ്വാസം. ഇതിലെ അടിയാളമാരും കീഴാളന്മാരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അപ്പൊ അവർക്കിടയിൽ ഏത് കാലത്തായാലും, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തിലായാലും ഇപ്പോൾ വർത്തമാനകാലത്തിലായാലും അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ടല്ലോ, ആ വർഗം കീഴാളന്മാര് നേരിടേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങൾ. അതാണ് പുതിയ തലമുറയിലെ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും. കുഞ്ഞുമാക്കോത അച്ചമ്പിയെ അളവറ്റ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരും എല്ലാം ഒരുപോലെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അച്ചമ്പിയെ വിശ്വസിക്കരുതെന്നും അദ്ദേഹം നീചനാണെന്നും ചതിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും കുഞ്ഞുമാക്കോതയ്ക്ക് അച്ചമ്പിയെ വെറുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നടന്നകലാനോ സാധിക്കുന്നില്ല. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. കാപ്പിരി മുത്തപ്പന് എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് കുഞ്ഞുമാക്കോതയ്ക്കും കുടുംബത്തിനും നേരിടേണ്ടി വരുന്നത്. ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് ചരിത്രം നമ്മളിലേക്ക് വെളിപ്പെടുത്തി തരുന്നത്. അദ്ദേഹത്തിന്റെ അന്വേഷണവും കാപ്പിരി മുത്തപ്പനും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നും ഒക്കെ നമുക്കിത് വായിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വളരെ അതിശയത്തോടു കൂടി നമ്മൾ നോക്കും. കാരണം അതുവരെ നമുക്ക് കഥ പറഞ്ഞു തന്നിരുന്ന ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്തായാലും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അടിമത്തം എന്ന് പറയുന്ന ഒരു വളരെ വേദനാജനകമായ ഒരു വിഷയം. അപ്പം അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്, നിങ്ങളും ചേർക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.